പ്രൈസലോ. ഞാൻ അധ്വാനിച്ച് മടുത്തു. എൻ്റെ അധ്വാനം കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേടാമെന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്. അധ്വാനത്തിൻ്റെ ഫലമൊന്നും എനിക്ക് വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധ്വാനിച്ചതുകൊണ്ട് എനിക്കൊന്നും ശേഖരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അധ്വാനമൊക്കെ നിഷ്ഫലമായി പോകുക. ഒന്നെങ്കിൽ ആശുപത്രിയിൽ കൂടി, അല്ലെങ്കിൽ ആമേൻ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുന്ന സാലറികൾ ഓട്ട ഉള്ള പാത്രത്തിലിടുന്നത് പോലെ എവിടെയോട്ടോ പോകുകയാണ്. എനിക്കൊന്നും ശേഖരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അധ്വാന ഫലം എനിക്കൊരു ഉപയോഗവും ഉണ്ടാകുന്നില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ വചനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11:28 വാക്യത്തിൽ, അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അധ്വാനിക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ, കരുതാൻ കഴിയത്തില്ലാത്തവൻ, നഷ്ടപ്പെട്ടു പോകുന്നവൻ, അധ്വാനിച്ചാൽ പ്രതിഫലമുണ്ടാകുന്ന ആ നല്ല കർത്താവിൻ്റെ അടുത്തേക്കൊന്ന് അടുത്ത് ചെന്നാൽ ആമേൻ, നിന്റെ കഷ്ടപ്പാടിന് ഒരു മറുപടി തരാൻ എൻ്റെ ദൈവത്തെ കൊണ്ടേ കഴിയത്തുള്ളൂ. എവിടെയാണോ നിന്റെ നന്മകൾ ചോർന്നു പോകുന്നത്, എവിടെയാണോ നിന്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നത്, എങ്ങനെയാണോ നിന്റെ നന്മ പോകുന്നത് എന്ന് നിനക്കറിയത്തില്ല. പക്ഷേ നിന്റെ യജമാനന്റെ അടുത്തേക്ക്, നിന്നെ സൃഷ്ടിച്ചവന്റെ അടുത്തേക്ക് നീ ചെന്നിട്ട്, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ കഷ്ടപ്പെടുന്ന എൻ്റെ അധ്വാന ഫലങ്ങളൊന്നും എനിക്ക് പ്രയോജനകരമാകുന്നില്ല, അത് പ്രയോജനകരമാക്കത്തക്കവണ്ണം എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, അതിന് ആ അധ്വാനത്തിൻ്റെ ഫലം എനിക്ക് തന്നെ ഒന്ന് സമാധാനം തന്ന്, ആശ്വാസം തന്ന് എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന ആഗ്രഹത്തോടെ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാം. സ്തോത്രം. ദൈവത്തെ കണ്ടിട്ടില്ലാത്തവൻ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ ആമേൻ, അധ്വാനിക്കുന്നവരോട് പറയുക, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ, എൻ്റെ ചുമട് എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് ഇറക്കി വെക്കണം. ഞാൻ ഭാരം അനുഭവിച്ചു മടുത്തു. ഈ ഭാരത്തിന് ഒരു അന്തമില്ലയോ, അവസാനമില്ലയോ? എൻ്റെ ഭാരത്തിന് അതിനൊരു നീക്കുമുക്കില്ലയോ? ഉണ്ട്. നിനക്ക് മറുപടി തരുവാൻ ഒരിടമുണ്ട്. അത് നിന്നെ നിർമ്മിച്ചവനായ ദൈവമാ. ആ ദൈവത്തെങ്കിൽ അടുത്തേക്ക് നീ ചെന്നാൽ നിന്റെ വിഷയത്തിന് പരിഹാരം അവൻ്റെ പക്കൽ നിന്ന് അവൻ ആ മറുപടിയുമായി നിന്റെ അടുത്തേക്ക് വരും. അവൻ നിന്റെ അടുത്ത് വന്നാൽ നിന്റെ അധ്വാനത്തിനും നിന്റെ ഭാരത്തിനും തക്ക മറുപടി എൻ്റെ കർത്താവ് നിനക്ക് തരും. നിശ്ചയമായി ഈ പ്രഭാതത്തിൽ അവൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് ചെല്ലാം.